അലിയുവാനുള്ളതായ ഒരു ക്ഷണമാണ്. കല്ലായുള്ള ഹൃദയത്തെ ഉടച്ച് അലിയിക്കുവാനുള്ളതായ ദൈവവചനത്തിൻ്റെ ഒരു വിതയ്ക്കലാണ് ഈ കാലഘട്ടത്തിൽ നടത്തപ്പെടുന്നത്. ജീവിതത്തിൻ്റെ പരിഭ്രമത്തിൻ്റെ മധ്യത്തിൽ, ആകുലതയുടെ മധ്യത്തിൽ നമ്മുടെ എല്ലാവരുടെയും നോട്ടങ്ങൾ 3 തരത്തിലാണ്. ഒന്നാമത്തെ നോട്ടം എന്ന് പറയുന്നത് ലുക്കിംഗ് ഇൻ, നമ്മുടെ ഉള്ളിലേക്ക് നോക്കുന്നു. പരിഭ്രമത്തിൻ്റെ മധ്യത്തിൽ, വേദനയുടെ മധ്യത്തിൽ, സങ്കടത്തിൻ്റെ മധ്യത്തിലും, രോഗത്തിൻ്റെ മധ്യത്തിലും അതിനെക്കുറിച്ച് ആകുലപ്പെട്ട് നാം ഉള്ളിലേക്ക് നോക്കുന്നു. ലുക്കിംഗ് ഇൻ എന്ന് പറയുന്നതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഭയമാണ്, അഫ്രൈഡ്. രണ്ടാമത് നമുക്കൊരു നോട്ടമുണ്ട്, ലുക്കിംഗ് ഔട്ട്. നമ്മുടെ പരിഭ്രാന്തിയെക്കുറിച്ച്, ആകുലതയെക്കുറിച്ച് ചുറ്റുപാടുള്ള ആളുകളോട് പറഞ്ഞ് അതിൽ ആശ്വാസം കണ്ടെത്താനുള്ളതായ പരിശ്രമമാണ് നാം പലപ്പോഴും നടത്തുന്നത്. ലുക്കിംഗ് ഔട്ടിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് കൺഫ്യൂഷനാണ്. ബലമൊന്നും ഉണ്ടാകുകയില്ല, കൺഫ്യൂഷനാണ് അതിൻ്റെ റിസൾട്ട് എന്ന് പറയും. എന്നാൽ ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു, ഈ നോമ്പ് കാലത്ത് ജീവിതത്തിൻ്റെ വേദനയുടെയും പരിഭ്രമത്തിൻ്റെയും മധ്യത്തിൽ നമ്മൾ നോക്കേണ്ടതായ നോട്ടമെന്ന് പറയുന്നത് ലുക്കിംഗ് ഹൈ ആണ്. ലുക്കിംഗ് അപ്പ്, ഉയരത്തിലേക്കുള്ളതായ നോട്ടം. അത് അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് കാംനെസ്സാണ്. നമുക്ക് ശാന്തത കൈവരിക്കണമെങ്കിൽ ഉയരത്തിലേക്കുള്ളതായ നോട്ടം നമ്മളെ സഹായിക്കും. 34-ാം സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നു, അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോകുന്നില്ല. യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ളതായ വേദഭാഗം വായിക്കുമ്പോൾ മുന്തിരിവള്ളിയും കൊമ്പും തമ്മിലുള്ളതായ വലിയ ബന്ധത്തെക്കുറിച്ച് അവിടെ വളരെ വ്യക്തമായിട്ട് നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കും. മുന്തിരിവള്ളിയെ യേശു ക്രിസ്തുവായിട്ടും അതിലെ കൊമ്പുകൾ, ശാഖകൾ എന്ന് പറയുന്നത് വിശ്വാസികൾ, നമ്മളൊക്കെയുമാണ് എന്നുള്ളതായ ചിന്തയിലാണ് ആ ഭാഗം അവിടെ വിവരിക്കുന്നത്. യേശു ക്രിസ്തു എന്ന മുന്തിരിവള്ളിയുമായി കൊമ്പുകളാകുന്ന നമുക്ക്, ശാഖകളാകുന്ന നമുക്ക് ഒരു ഹൃദ്യമായ ഒരു റൈറ്റ് റിലേഷൻഷിപ്പ് നമ്മൾ നിലനിർത്തുന്നുവെങ്കിൽ അതിൽ നല്ല ബലം ഉളവാകും എന്നാണ് അവിടെ പഠിപ്പിക്കുന്നത്. രണ്ടാമത് അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, തോട്ടക്കാരൻ ഈ മുന്തിരിവള്ളി ബലമില്ലാത്തതൊക്കെ ചെത്തി വെടിപ്പാക്കുന്ന, പ്രൂണിങ് എന്ന് പറയും, ചെത്തി വെടിപ്പാക്കുന്നു. ബലമില്ലാത്ത കൊമ്പുകൾ ചെത്തിക്കളയും. അധികം ബലം കായ്ക്കുന്നതിന് വേണ്ടിയാണ് ഈ പ്രൂണിങ് നടത്തപ്പെടുന്നത്. അതുകൊണ്ട് ഈ നോയമ്പ് കാലത്ത് കർത്താവായ ക്രിസ്തു എന്ന മുന്തിരിവള്ളിയോട് ചേർന്ന് ശാഖകളായി നമുക്ക് വസിക്കുവാനും നല്ല ബലം പുറപ്പെടുവിക്കുവാനും അതോടൊപ്പം തന്നെ ഒരു പ്രൂണിങ് നടത്തി നമ്മളിൽ കായ്ക്കാത്ത അനുഭവങ്ങൾ വല്ലതുമുണ്ടെങ്കിൽ അതെല്ലാം വെട്ടിമാറ്റിക്കളഞ്ഞ് അധികം ബലവത്തായ രീതിയിൽ കായ്ഫലം ഉണ്ടാകുന്ന രീതിയിൽ നമ്മളെ തന്നെ ഒന്ന് ക്രമീകരിക്കേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട്. അതുകൊണ്ട് നമുക്ക് പക, വിദ്വേഷം, അങ്ങനെയുള്ളതായ സംഗതികളൊക്കെ നമ്മളിൽ നിന്ന് മാറിയിട്ട് സ്നേഹത്തിൻ്റെ ഭാവവും പരോപകാരത്തിൻ്റെ ഭാവവും ഉൾക്കൊള്ളുവാനുള്ളതായ വലിയൊരു ദിവ്യമായ സന്ദേശമാണ്. ഒരു ഷെയറിങ്, കെയറിങ്, ലവിങ് മനോഭാവത്തിൽ നമ്മളെല്ലാവരും ആയിത്തീരണം. സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി നമ്മളെല്ലാവരും പ്രവർത്തിക്കണം എന്നുള്ളതായ വലിയൊരു ആഹ്വാനമാണ് നോയമ്പിൽ നമുക്ക് പല ദിവ്യവചനങ്ങളിൽ കൂടിയും ശ്രദ്ധിക്കുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് കൊമ്പുകളായി മുന്തിരിവള്ളിയോട് ചേർന്ന് വസിച്ച് ചെത്തേണ്ടവയൊക്കെ ചെത്തിക്കളഞ്ഞ് മാറ്റേണ്ടവയൊക്കെ മാറ്റിക്കളഞ്ഞ് ഒരു റിന്യൂഡ് ഐഡൻറ്റിറ്റി, ഒരു പുതുക്കപ്പെടലിൻ്റെ അനുഭവത്തിലായി തീരുവാൻ തക്കോണം ദൈവം തമ്പുരാൻ ഈ നോയമ്പ് കാലത്തും അതിനുശേഷവും നമുക്ക് ഇടയായിത്തീരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.